നമ്മൾ പറയല്ലോ ഇത് ഒരു വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നു, അതായത് ആ സംഭവം വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ്. കാരണം ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും CK ജാനുവും ഗീതാനന്ദനും ഇപ്പൊ ചർച്ചകൾ, ആളുകൾ അത് മറന്നുപോയി. അപ്പൊ അവർക്കാണ് അതിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് സമരത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളോ പരിപാടികളോ നമുക്കറിയത്തില്ല. നമ്മള് പിന്നെ അത് മറന്നു, നമ്മള് നമ്മുടെ പരിപാടികളുമായിട്ട് പോയി. അവര് പിന്നെയും പ്രശ്നങ്ങളിനകത്തുണ്ടായിരുന്നു. നമ്മൾ തന്നെ തെറി വിളിക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറെ അവർ പോകുന്ന അവസ്ഥകളോ പരിപാടികളോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് ആ പുസ്തകം വന്നു. അപ്പൊ അത് കുറെ വായിക്കുന്നവർ വായിച്ചു. ഇപ്പം സിനിമയുടെ ഇത് വന്നപ്പോഴത്തേക്ക് ആ ഇഷ്യൂ വീണ്ടും ഒന്നൊരു ചർച്ചയിലേക്ക്. അപ്പോൾ സത്യത്തിൽ വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. മീൻസ് എന്താണെന്നുള്ളത് നമ്മുടെ ഇവിടെ നടന്നത്. പിന്നെ അതിനെ കണക്ട് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങളിലോട്ടും പോവാം. ഇപ്പോൾ വനാവകാശ നിയമം, പരിപാടികൾ ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് അവസ്ഥകൾ, പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ചോദ്യം വീണ്ടും വരികയാണ്. ആദിവാസികൾക്ക് വീണ്ടും ഭൂമി കിട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ പറയുന്ന പോലെ അത് ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മറന്നതങ്ങ് പിന്നെ താഴോട്ട് പോകും. പക്ഷെ ഇതിപ്പോ അത് വീണ്ടും ആ ചോദ്യം, പുസ്തകവും ആ സിനിമയും അത് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് സിനിമ വന്നതിലെ അടുത്തൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചു പേരും കൂടി പുസ്തകം വായിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ അതിനെപ്പറ്റി അറിയാനായിട്ട് നമ്മൾ ആ വലിയ രീതിയിൽ അതിനെ പറ്റിയിട്ടുള്ള രേഖപ്പെടുത്തലുകളൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രൂ കോപ്പി ഇപ്പം അത് റിപ്പോർട്ട് ചെയ്ത ഒരാളെ, ഒരു മാധ്യമ പ്രവർത്തകൻ്റെ രാംദാസ് ഏട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഇത് വന്നിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് അത് കണ്ടിട്ട് വേറെ ആളുകളും ചെയ്യുന്നുണ്ട്.